ഹാമിദ് ആറ്റക്കോയ തങ്ങൾ അദ്ദേഹം ശരിക്കുമുള്ള തങ്ങളാണോ അതോ ശരിക്കുമുള്ള തങ്ങളല്ലേ, തങ്ങൾ വേഷം കെട്ടി നടക്കുന്ന വെറും മനുഷ്യൻ മാത്രമാണോ എന്ന രീതിയിൽ പലതരത്തിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്, ചർച്ചാ വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ. പല ആളുകളും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് തങ്ങൾ വേഷം കെട്ടി നടക്കുന്ന വെറും മനുഷ്യൻ മാത്രമാണ്, ഒരുപാട് പൈസ ഉണ്ടാക്കുവാൻ ഒരുപാട് ആഗ്രഹങ്ങളുമായി ആളുകളെ പറ്റിക്കുകയാണ്, മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുകയാണ്, ഇങ്ങനെ പലതരത്തിലുമാണ് അദ്ദേഹത്തിനെതിരെ വരുന്ന വാർത്തകൾ. അതേപോലെ തന്നെ മറ്റു പല യൂട്യൂബേഴ്സ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ ചെയ്യുന്ന വീഡിയോകൾ. അതിലും അപ്പുറം കുറച്ചാളുകളെങ്കിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നു. അതിലും അപ്പുറം ഒരുപാട് വർഷങ്ങളായി വിവാദങ്ങളുടെ തോജനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആറ്റക്കോയ തങ്ങൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ തങ്ങൾ. ഒരുപക്ഷെ സ്വയം അവകാശപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല, ലക്ഷങ്ങളാണ് അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നതും. അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമുണ്ടായി, എൻ്റെ മകൻ ജയിലിൽ നിന്നും വന്നു, എൻ്റെ മകൻ മറ്റൊരു രീതിയിൽ രക്ഷപ്പെട്ടു, എൻ്റെ കുടുംബം ഇങ്ങനെ രക്ഷപ്പെട്ടു എന്ന രീതിയിൽ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം മുത്തുമണികളായി ഒരുപാട് പേരുണ്ട് എന്നതും വലിയൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ വിഷയങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ പേരിൽ കൊടിമരം, അതേപോലെ തന്നെ 2-3 സ്ത്രീകൾ ആരോപണവുമായി മുമ്പോട്ട് വരികയും അദ്ദേഹം ഒരു പീഡന വീരൻ എന്ന രീതിയിലൊക്കെയും തന്നെ വാർത്തകൾ പ്രചരിക്കുകയും അദ്ദേഹത്തിനെതിരെ ശരിക്കും ഒരു സൈബർ അറ്റാക്ക് തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിലൊക്കെയും തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ ഉണ്ടാവുന്നു എന്നതും യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെയും കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ തന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓരോ വീഡിയോസിന് താഴെയും അദ്ദേഹത്തെ എത്ര പേർ സപ്പോർട്ട് ചെയ്യുന്നുവോ അത്ര പേര് തന്നെ അദ്ദേഹത്തെ വിമർശിക്കുകയും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ തുറന്നു കാണിക്കാൻ തയ്യാറാവുന്ന രീതിയിൽ കമന്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല, തങ്ങൾക്കെതിരെ കൃത്യമായ രീതിയിൽ ഒരു ഗൂഢാലോചന തന്നെ നടക്കുന്നുണ്ട് എന്നാണ് തങ്ങളെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 3ഓളം സ്ത്രീകൾ തങ്ങൾക്കെതിരെ ഇത്രയും ക്രൂരമായ രീതിയിൽ പല കാര്യങ്ങളും വിളിച്ചു പറയുകയും ജീവിതത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും തങ്ങൾക്കെതിരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം പലതും വെട്ടിത്തുറന്ന് പറയുകയും അതൊക്കെ തന്നെ പച്ചക്കള്ളമാണ് എന്ന രീതിയിലാണ് പല ആളുകളും പറയുന്നത്. അതിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ 2 സ്ത്രീകളിൽ പറയുന്നത്, ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള മണ്ടത്തരവും പറഞ്ഞു കൊണ്ടുവരുന്ന സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യത്തിൽ വലിയൊരു ഔചിത്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്രത്തോളം മണ്ടത്തരമായ രീതിയിൽ തന്നെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ സ്ത്രീ പറയുന്നത് തങ്ങൾക്ക് വേണ്ടി 40 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരു തങ്ങൾ തന്നോട് പറഞ്ഞെന്നും ഈ തങ്ങൾക്ക് വേണ്ടി മറ്റു പല ആളുകളും തന്നോട് പൈസ ചോദിച്ചു എന്ന രീതിയിൽ തന്നെ പല കാര്യങ്ങളും പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ തനിക്ക് വാട്സപ്പിലൂടെ സന്ദേശം വന്നെന്നും അങ്ങനെ മറ്റു പല കാര്യങ്ങളും തങ്ങൾക്കെതിരെ കൃത്യമായ രീതിയിൽ തന്നെ അവർ പറയാൻ ശ്രമിക്കുകയും തെളിവുകളടക്കം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ തങ്ങൾക്ക് വേണ്ടി മറ്റുള്ള തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും തന്നെ നമ്മൾക്ക് ഉൾക്കൊള്ളാനോ വിശ്വസിക്കുവാനോ സാധിക്കുകയില്ല എങ്കിൽ പോലും ഇതുപോലെ തങ്ങൾക്കെതിരെ വാട്സാപ്പ് സന്ദേശം അടക്കമുള്ള കാര്യങ്ങൾ കാണിക്കും ചില ആളുകളെങ്കിലും ചിലപ്പോഴെങ്കിലും അത് വിശ്വസിച്ചേക്കാം. എന്നാൽ തങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, എനിക്കെതിരെ ഉണ്ടാവുന്ന ആരോപണങ്ങളൊക്കെ തന്നെ തെളിയിക്കുക, കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം അത് പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാണിച്ചു. എന്തിനു വേണ്ടിയാണ് ഇല്ലാത്ത കഥകൾ ഇതുപോലെ പബ്ലിക്കിൽ പറയുന്നത് എന്ന രീതിയിലാണ് തങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ഈ വാട്സപ്പിൽ വന്ന സന്ദേശത്തെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞത്, എനിക്ക് സ്വന്തമായ ഒരു ഫോൺ ഇല്ല എന്നും ഞാനൊരു ഫോൺ യൂസ് ചെയ്യാറില്ല എന്നും എനിക്ക് 10-25 ജോലിക്കാരുണ്ട്, ചിലപ്പോൾ ഇവരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം എനിക്ക് അറിയില്ല എന്ന രീതിയിലാണ് തങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ അയച്ചിട്ടില്ല എന്ന് തങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ പറയുമായിരുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. പക്ഷേ ചില സംശയം തങ്ങൾക്ക് തന്നെ ഉള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹം ഈ രീതിയിൽ അതിന് മറുപടി പറഞ്ഞ് അവജ്ഞയോടെ തള്ളിക്കളയാൻ ശ്രമിച്ചത്. എന്ത് തന്നെയും ആവട്ടെ, അതിനുശേഷം തങ്ങൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വർഷമായി ഇതുപോലെ എന്നെ തകർക്കാൻ വേണ്ടി പല ആളുകളും വരുന്നുണ്ടെന്നും പക്ഷേ ആ സമയത്തൊക്കെ തന്നെ അല്ലാഹു തആല ഉയർച്ചയിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും അങ്ങനെ തന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ കാസർഗോഡ് ജില്ലയിലുള്ള 1-2 യൂട്യൂബേഴ്സ് ആണെന്ന്, അവർക്ക് എന്തിൻ്റെ പേരിലാണ് തന്നോട് വൈരാഗ്യം എന്ന് ചോദിച്ചാൽ അവർ ചോദിച്ച പൈസ ഞാൻ നൽകിയില്ല എന്നത് കൊണ്ടാണ് എന്നൊക്കെയുമാണ് തങ്ങൾ പറയുന്നത്. അതിനു മുമ്പ് തങ്ങൾ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ താറടിച്ച് കാണിക്കാൻ അവർ പലപ്പോഴും ശ്രമിച്ചപ്പോൾ ഒരുപാട് സമയം ഇത് തന്നെ ചെയ്തപ്പോൾ അവർക്ക് തന്നെ മടുപ്പ് തോന്നുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ തന്നോട് വന്ന് 7 ലക്ഷത്തോളം രൂപ തന്നാൽ നിങ്ങൾക്കെതിരെ യൂട്യൂബിലടക്കം ഒരു തരത്തിലുള്ള വിവാദങ്ങൾക്കും ഞങ്ങൾ വരില്ല എന്നും നിങ്ങൾക്കെതിരെ ഒരു തരത്തിലുള്ള വീഡിയോ ഞങ്ങൾ ചെയ്യില്ല എന്നും തങ്ങളോട് പറയുകയും ആ സമയത്ത് തങ്ങൾ 7 ലക്ഷം രൂപ നൽകുകയും ചെയ്തു എന്നാണ് തങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ഇത്രത്തോളം വലിയൊരു എമൗണ്ട്
ഒരു തെറ്റും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ പോകുന്ന തങ്ങളാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവരുടെ വായ അടപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിലും അപ്പുറം ഈ കാസർഗോഡ് യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഹൈദർ മധൂർ അടക്കമുള്ള 2-3 ആളുകളെ കുറിച്ചാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇവർ പറയുന്ന കാര്യങ്ങൾ മറ്റാരും തന്നെ കേൾക്കണം എന്നില്ല. ഹൈദർ മധൂറൊക്കെ ഒരിക്കലും തന്നെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വ്യക്തിത്വങ്ങളാണ്. ഇവന്മാരൊക്കെ പറയുന്നത് ഒരിക്കലും തന്നെ ഒരാളും വിശ്വസിക്കില്ല എന്നതുമൊക്കെ വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവന്മാർ പറയുന്നത് ആരും തന്നെ ചെവി കൊള്ളണം എന്നില്ല. എന്നിട്ട് പോലും ഇവരുടെ വായടിപ്പിക്കാൻ വേണ്ടി 7 ലക്ഷത്തോളം രൂപ നൽകി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ തങ്ങളോട് എന്തോ ഉണ്ടായിരുന്ന മതിപ്പ് പോലും പല ആളുകൾക്കും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിലും അപ്പുറം ഈ 7 ലക്ഷം രൂപ നൽകി കുറച്ച് മാസങ്ങൾ മിണ്ടാതിരിക്കുകയും പിന്നീട് വീണ്ടും 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ നൽകാതിരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾക്ക് ഇത്രത്തോളം മോശമായ രീതിയിൽ വീഡിയോകൾ ചെയ്യുകയും തങ്ങളെ തകർക്കാൻ വേണ്ടി പടപ്പുറപ്പാട് നടത്തുകയും ചെയ്തത് എന്നാണ് തങ്ങൾ തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ തങ്ങൾക്കെതിരെ വന്ന ഏറ്റവും വലിയ വിവാദമാണ് കൊടിമര വിവാദം. അതിനെക്കുറിച്ചും വിശദമായ രീതിയിൽ തന്നെ തങ്ങൾ പറയുന്നുണ്ട്. അതെൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു കൊടിമരമാണെന്നും അത് ഇവിടെ കൊണ്ടുവന്ന് നാട്ടുകയായിരുന്നെന്നും ആ സാഹചര്യത്തിൽ എനിക്ക് പോലും അറിയാതെ കുറച്ച് സ്ത്രീകൾ അതിലേക്ക് പൈസ ഇടുകയായിരുന്നെന്നും അത് കണ്ട ഒരുപാട് ആളുകൾ അതിലേക്ക് പൈസ ഇട്ടു. അത് ഏതൊരു യൂട്യൂബർ വീഡിയോ എടുത്ത് ഇതുപോലെ യൂട്യൂബിൽ ഇട്ടതാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രത്തോളം വിവാദം ഉണ്ടായത് എന്ന രീതിയിൽ അവർ പറയുകയും ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഒരു അഭിമുഖത്തിൽ തങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് 400ഓളം അടിമിണിയായ സ്ത്രീകളുണ്ട് എന്ന്. അതായത് അടിമിണി എന്ന് പറയുമ്പോൾ അഡ്മിനാണോ ഉദ്ദേശിച്ചത് അതല്ല അടിമ സ്ത്രീ എന്നാണോ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അടിമ സ്ത്രീ എന്ന് തന്നെയാണ് അവിടെ തങ്ങൾ ഉൾക്കൊള്ളിച്ചത്. തങ്ങൾ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് വിവരം കുറവാണ്, വിദ്യാഭ്യാസം കുറവാണ്, അതുകൊണ്ട് തന്നെ അവരുടെ വാക്കിൽ നിന്ന് വരുന്ന വ്യത്യാസങ്ങളായിരിക്കാം ചിലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നിപ്പോകുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അടിമ സ്ത്രീകൾ എന്ന് പറയുന്നതിൽ തെറ്റുമില്ല. കാരണം തങ്ങൾ പറയുന്നത് എന്തും ശരിയാണ്, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ അവരുടെ പിന്നാലെ പോവുകയും തങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി മാത്രം കാതോർക്കുകയും ചെയ്യുന്നു എന്നതും വലിയൊരു യാഥാർത്ഥ്യമാണ്. കാരണം എല്ലാവരും എതിർക്കുമ്പോൾ എല്ലാവരും ആ തങ്ങളുടെ ഇരിപ്പിടത്തിലടക്കം ബോംബ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആരും അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന രീതിയിലടക്കം പ്രചരണങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇന്നലെ അവിടെ തടിച്ചു കൂടിയത് 10,000-ങ്ങളായിരുന്നു ഒരു നോമ്പ് തുറയ്ക്കും ഒരു സലാത്തിനും വേണ്ടി. ശരിക്കും പറഞ്ഞാൽ തങ്ങളെ തകർക്കാൻ ശ്രമിക്കും തോറും ശരിക്കും പറഞ്ഞാൽ വളരുകയാണ് തങ്ങൾ പറയുമ്പോൾ തന്നെ സംഭവിക്കുന്നതും. കാരണം അത്രത്തോളം വിശ്വാസികളെ കൃത്യമായ രീതിയിൽ സ്വാധീനിക്കുവാൻ ഈ തങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. പിന്നെ പല ആളുകളും വിയോജിക്കുന്നു, അദ്ദേഹത്തെ തെറി പറഞ്ഞു കമൻസ് ഇടുന്നു, മറ്റു പല രീതിയിലും വീഡിയോസ് ചെയ്യുന്നു, അദ്ദേഹത്തിനെതിരെ പല കാര്യങ്ങളും പറഞ്ഞ് മുമ്പോട്ട് വരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു മുമ്പോട്ട് വരുന്നു. അതിൽ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുജന്മാരുണ്ട്. അവരൊക്കെയും തന്നെ കൃത്യമായ രീതിയിൽ തൻ്റെ സഹോദരനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ സ്വലാത്തിലേക്ക് ദിനം പ്രതി ആളുകൾ വർദ്ധിച്ചു വരുന്നതും പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ തങ്ങൾ പറയുന്നത് മുഴുവനും തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ തങ്ങൾ തന്നെ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. 17ഓളം പെൺകുട്ടികളെ കെട്ടിച്ചയച്ചു, ഒരുപാട് പേർക്ക് വീട് വെച്ച് നൽകി, ഒരുപാട് കുട്ടികളെ ദത്തെടുത്ത് പരിപാലിക്കുന്നു, അങ്ങനെ പലതും താൻ ചെയ്ത പല നല്ല കാര്യങ്ങളും തങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ മതപണ്ഡിതന്മാരും ചെയ്യുന്നത് പോലെ തന്നെയാണ് തങ്ങളും ചെയ്തിട്ടുള്ളത്. പക്ഷേ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഇദ്ദേഹം പെട്ടെന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുകയും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുകയും ഒരുപാട് പൈസ കുമിഞ്ഞുകൂടുകയും ചെയ്തപ്പോൾ പല ആളുകൾക്കും കണ്ണുകടി ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ പല വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം ഏത് രീതിയിലാണോ അതനുസരിച്ചാണ് ഇദ്ദേഹത്തോടുള്ള ഇഷ്ടവും അതേപോലെ തന്നെ ഇദ്ദേഹത്തോടുള്ള അനിഷ്ടവും ഉണ്ടാവുന്നത്. അതായത് ഒരു സ്ത്രീ വളരെ അഭിമാനത്തോടെ തങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് എൻ്റെ മകൻ ഗൾഫിൽ ജയിലിലാവുകയും വളരെ വിഷമത്തോടെ തങ്ങളുടെ അടുത്തേക്ക് വരികയും തങ്ങൾ എന്നോട് പറഞ്ഞു 6 മാസത്തിനുള്ളിൽ അതല്ലെങ്കിൽ 7 മാസത്തിനുള്ളിൽ നിങ്ങളുടെ മകൻ ജയിലിൽ നിന്നും പുറത്തു വരുമെന്നും അതുവരെ നിങ്ങൾ സലാത്തിൽ പങ്കെടുത്തോളൂ എന്ന് ആ സ്ത്രീയോട് പറയുകയും അതേപോലെ തന്നെ 6 മാസത്തോളം ജയിലിൽ കിടന്നതിന് ശേഷം ഇവരുടെ മകനെ ഗൾഫിലെ ജയിലിൽ നിന്നും പുറത്തു വിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് ആ മകൻ എത്തുകയും ചെയ്തു. വളരെ സന്തോഷവതിയായ ഉമ്മ വീണ്ടും തങ്ങളുടെ കടുത്ത അടിമയായി മാറുകയും തങ്ങൾ പറയുന്നതൊക്കെ തന്നെ അനുസരിക്കുന്ന രീതിയിൽ തങ്ങൾക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാനും തയ്യാറ് എന്ന രീതിയിൽ മാറുകയും ചെയ്തു. അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഉമ്മ തങ്ങൾ പറഞ്ഞ 7 മാസം അതേപോലെ തന്നെ 6 മാസത്തിനുള്ളിൽ വന്നു എന്ന് പറയുമ്പോൾ തങ്ങളോട് അതിയായ വിശ്വാസം ആ ഉമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷേ
ഗൾഫിലൊക്കെ ജയിലിൽ പിടിക്കപ്പെട്ട ആളുകൾ പലപ്പോഴും 6 മാസത്തിനുള്ളിൽ ഇറങ്ങും എന്നത് നമുക്കൊക്കെ തന്നെ അറിയുന്ന കാര്യമാണ്. വലിയ രീതിയിലുള്ള ശിക്ഷയല്ല എങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും. അത് കൃത്യമായി മനസ്സിലാക്കിയ തങ്ങൾ അതുപോലൊരു കാര്യം പറയുകയും, പക്ഷേ ഈ ഉമ്മക്ക് കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ വളരെ അത്ഭുതപ്പെട്ട് തങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ പുറത്ത് വന്നത് എന്ന രീതിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ തങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായ രീതിയിൽ തങ്ങളെ എതിർക്കാനോ അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്യാനോ തയ്യാറാവുന്നില്ല എന്നത് മാത്രമാണ്. പല ആളുകളും എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. നിനക്ക് തങ്ങൾ എത്ര ലക്ഷം തന്നു, നിനക്ക് തങ്ങൾ എത്ര പൈസ തന്നു, എന്തിനു വേണ്ടിയാണ് ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തിരുന്നു. ഞാൻ യാഥാർത്ഥ്യം പറയുമ്പോൾ ചിലപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുകയോ തോന്നുക സ്വാഭാവികമാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ അത് നിങ്ങളുടെ തോന്നൽ മാത്രമായിരിക്കാം. എന്തു തന്നെയായാലും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.